നമസ്കാരം. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്ന് മുഖ്യമന്ത്രി. അട്ടപ്പാടിയിലെ ഊരുകൾക്ക് പുതുവെളിച്ചം സമ്മാനിച്ച് KSEB. ഗോ ബാക്ക്. രോഹിത്തിനോട് ബൗണ്ടറി ലൈൻ ചൂണ്ടിക്കാണിച്ച് ഹർദിക്. എന്നോടാണോ എന്ന് രോഹിത് വിമർശനവുമായി ആരാധകർ. പല കാര്യങ്ങൾ പറഞ്ഞ് രാജ്യം മുഴുവൻ യാത്രകൾ നടത്തിയ രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മിണ്ടിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അട്ടപ്പാടിയിലെ ഊരുകൾക്ക് പുതുവെളിച്ചം സമ്മാനിച്ച് KSEB. അട്ടപ്പാടിയിലെ 7 വിദൂര ആദിവാസി ഊരുകളിലാണ് വൈദ്യുതി എത്തിച്ചത്. വർഷങ്ങളായുള്ള ഊരുകാരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSEB അട്ടപ്പാടിയിലെ ഊരുകൾക്ക് സമ്മാനിച്ചത് പ്രതീക്ഷയുടെ വെളിച്ചമാണ്. ഇനി കായിക വാർത്ത. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ നിയമിച്ചതിൽ ആരാധകരിൽ നിന്ന് വൻ വിമർശനമാണ് ടീം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർ മുംബൈ ഇന്ത്യൻസിന്റെ പേജ് വരെ അൺഫോളോ ചെയ്തു പോയിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ആദ്യമായാണ് ടീം ഇന്നലെ കളത്തിലിറങ്ങിയത്. മത്സരത്തിനിടെ കളിക്കളത്തിൽ അരങ്ങേറിയ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ ഹർദിക് മുൻ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈൻ ചൂണ്ടിക്കാണിച്ച് അവിടെ ഫീൽഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഒരു നിമിഷം പാണ്ഡ്യയെ അവിശ്വസനീയമായി നോക്കിയ രോഹിത് എന്നോട് തന്നെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അതേ എന്ന് പാണ്ഡ്യ പറഞ്ഞയുടൻ താരം ലോങ് ഓണിലേക്ക് ഓടി. ഹർദിക്കിന് നേരെ കൂവലോടെയാണ് ഗ്യാലറി പ്രതികരിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.